ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ചൊവ്വാഴ്ചയിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഴ ദിവസമൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് മഴയും ആകെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾക്കല്ല, ചുറ്റുപുറത്തും വെള്ളം കയറലൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നൊക്കെ ഒരു ചെറിയൊരു സമാധാനമായിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ 3-ാം തീയതിക്ക് ശേഷം ചൂടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും അറിയില്ല. വരുന്ന പോലെയൊക്കെ അനുഭവിക്കുക അത്ര തന്നെ. കാരണം ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ പഴയ പോലെ ഒരു കൃത്യം കണിശമായിട്ട് പോകുന്ന ഒരു അവസ്ഥയല്ല. അപ്പോൾ പിന്നെ വരുന്ന പോലെ അനുഭവിക്കുക അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ രാവിലെ തന്നെ ചാക്കോച്ചൻ കാർട്ടൂൺ നോക്കി മറ്റേ ഇത് ടി വിയിൽ നോക്കിയിട്ട് അതിൻ്റെ ഒപ്പം നിന്ന് ഡാൻസ് കളിക്കാൻ കേട്ടോ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ചേട്ടന്മാർ പോയി കഴിഞ്ഞാൽ പിന്നെ അവനൊരു നേരം പോക്കില്ല. അപ്പോൾ ഫുൾ ടൈം ഇതിൻ്റെ മുമ്പിൽ നിന്ന് അവൻ്റേതായ ഭാഷയിൽ സംസാരിച്ച് അവരോടും കുറേ സംസാരിക്കും. പിന്നെ കുറേ തന്നെ നിന്ന് അതിൽ കാണിക്കുന്ന സ്റ്റെപ്പുകളൊക്കെ കാണിക്കും. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ എങ്ങനെയാ വെച്ചാൽ കൃത്യമായിട്ട് അവർ രാവിലെ നല്ലോണം നേരത്തെ എണീറ്റ് അപ്പയുടെ കൂടെ താഴെ ഇറങ്ങും. കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വാശിയോ അങ്ങനെയൊന്നുമില്ല. സാധാരണ പറയും കുട്ടികൾക്ക് വിശക്കുമ്പോഴാണ് കരയുക. അവർക്ക് പറയാൻ അറിയില്ല, അപ്പോൾ അവർ കരയും എന്നൊക്കെ പറയും. അപ്പോൾ അത് ഇവനെ ഞങ്ങൾ നോക്കുമ്പോൾ അവന് കൃത്യമായിട്ട് ഭക്ഷണവും കാര്യങ്ങളും കൊടുക്കുന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. കൊടുക്കുന്നത് കൊണ്ടല്ല, കഴിക്കുന്നത് കൊണ്ട്. മറ്റവർക്കൊക്കെ കൊടുത്താലും അവർ കഴിക്കില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ടാണ്. അപ്പോൾ രാവിലെ നാത്തൂനും അവരുടെ പണികൾക്ക് വേണ്ടിയിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് ഞാൻ എണീറ്റതും. അപ്പോൾ അപ്പോഴേക്കും ഇവരുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് അവരുടെ ബിസിനസ്സിന് ഇരുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് അവർക്ക് ഇതിന്. കാരണം നമ്മളെപ്പോഴും പറയില്ലേ, നമ്മൾക്ക് കുറച്ചും കൂടിയും എല്ലാവരിലേക്ക് എത്തി എന്ന് കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അത് നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. നമ്മളെ ഒന്ന് കുഴപ്പമില്ല എന്ന് കാണുമ്പോഴാണ് നമുക്ക് ഉഷാറായിട്ട് ഓരോന്ന് ചെയ്യാൻ തോന്നുക. തിരിച്ച് ഒരു കാര്യമില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറും മടുപ്പാണ്. പിന്നെ അല്ലെങ്കിൽ നല്ല വാശി ഉണ്ടാവണം, ഞാൻ എന്ത് തന്നെയായാലും മുന്നിലേക്ക് പോകും എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ രണ്ടാളും കൂടിയിട്ട് അവരുടേതായ ഒരു എന്താ പറയുക, ഒരു ഫേസ് കണ്ടെത്തി അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് നൂലപ്പവും ഇടിയപ്പം എന്ന് പറയില്ലേ, ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു. പിന്നെ ഉച്ചകാലത്തേക്ക് അവർ ചെമ്മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, കിഴങ്ങ് ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും അവിടെ ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ തോമുന് രാവിലെ പോകേണ്ട കാരണം 8:45 ഇറങ്ങേണ്ട കാരണം രാവിലെ ഡിവൈൻ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കും. അതോടുകൂടി ഡിമ്പിൾ എണീറ്റ് കയ്യോടെ തന്നെ ഉച്ചകാലത്തെ പരിപാടികളും കഴിക്കുമ്പോൾ അവർ ഫ്രീ ആയി. ഉച്ചവരെ പിന്നെ അവർക്ക് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇരിക്കാം. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറന്നതിന് ശേഷം രണ്ടുപേർക്കും അതിനോട് കുറച്ചും കൂടിയൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടോ. അപ്പം ഞാൻ എൻ്റേതായ കുറച്ച് പുറം പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. അപ്പോൾ തുണികൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു കൊണ്ടുപോയി മടക്കി വെച്ചു. അപ്പോൾ ഇപ്പം വർഷക്കാലമായതുകൊണ്ട് മാത്രമല്ല, പാച്ചുവിനും തോമുവിനും ചാക്കോച്ചനും ഇവരുടെ 3 പേരുടെയും, പ്രത്യേകിച്ച് തോമു അല്ല, ചാക്കോച്ചനും പാച്ചുവിനും പണി എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ കിടന്ന് കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ട്രൗസറും ബനിയനാണ് പാച്ചുവിൻ്റെ നിറച്ച്, എന്താ പറയുക, എപ്പോഴും വെള്ളത്തിലാണ് അവർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തുണികളിങ്ങനെ മടക്കി നിൽക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് ചാക്കോച്ചൻ്റെ ബഹളവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നോക്കിയപ്പോൾ പോൾസം പേപ്പർ വന്നത്. അപ്പോൾ അവന് നാണായിട്ട് പോയിട്ട് നിൽക്കണമൊക്കെ. അവന് കണ്ട വഴിക്ക് എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടതെന്ന് പിടുത്തല്ല. അത് കഴിഞ്ഞ് കളിയും ചിരിയും ബഹളവും ഒളിച്ചു കളിയും ഒക്കെ ആയിരുന്നു കേട്ടോ അവർ. അപ്പോൾ അവർ ഭയങ്കര സെറ്റാണ്. പേപ്പനും മോനും ഭയങ്കര സെറ്റാണ്. അപ്പോൾ പേപ്പൻ ഇടയ്ക്ക് ഇവനെ 2 ദിവസം കാണാണ്ടാകുമ്പോൾ ഇവനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും കാണാനായിട്ട്. അക്കിക്ക് ഞാൻ വീഡിയോ കോൾ ചെയ്ത് കൊടുക്കും. ഇവനാണ് ഇപ്പോൾ അവിടുത്തെ ആളപ്പോൾ ഒളിച്ച് കളിക്കുന്നുണ്ടോ, പേപ്പനായിട്ട് ഒളിച്ച് കളിക്കുക. ഇതാണ് ഇവർക്ക് അവിടത്തെയും പണി ഇത് തന്നെയാണ്. ഇവൻ പോയിട്ട് അവിടെ പോയിട്ട് ഓരോ സ്ഥലത്ത് നിന്ന് എണ്ണും. എന്നിട്ട് അക്കിയോട് വന്ന് കാണാൻ പറയും. അപ്പോൾ അക്കി വീൽ ചെയർ നീക്കി പോയി കാണും. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പണി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചി പറയും, കുറച്ച് ദിവസം ഇവൻ വന്നില്ലെങ്കിൽ ഭയങ്കര വീർപ്പുട്ടലാണ്. കാരണം ഫുൾ ടൈം വീൽ ചെയറിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു മാറ്റം വരെ ഇവൻ ചെല്ലുമ്പോഴാണ്. അപ്പോൾ ഇവൻ പിടിച്ച് വലിച്ച് വീൽ ചെയർ വന്ന് താഴ്ത്തി പിടിച്ചിരുത്തും. അത് കഴിഞ്ഞ് അവൻ ഓടിക്കളിക്കും, അത് കാണാനായിട്ട് ഇരുത്തും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും പറയും, അവൻ അവിടെ പോയില്ലെങ്കിൽ അവനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, കരച്ചിലാണ്, ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ്. അപ്പോൾ ഇപ്പോഴും അതെ എന്നോട് പറഞ്ഞിട്ട് എൻ്റെ കൂടെ പിടിച്ച് വലിച്ച് എന്നെ പിടിച്ച് വലിച്ച് താഴേക്ക് ഇറങ്ങി. പിന്നെ ഇവൻ്റെ മൈൻഡ് മാറ്റാൻ ഭയങ്കര എളുപ്പമാട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനത് മറക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറുമ്പോൾ ഇവർ ഓൾറെഡി ഇന്നൊക്കെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ചാൽ മതി, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ്
ഞാൻ ഓരോ ഓർഡേഴ്സും കാര്യങ്ങളും ഇന്നത് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞ് 2 പേരും കൂടിയിട്ട് അത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭംഗിയ പോലെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഡിംപിളിന് ഡ്രൈവിങ്ങിനും പോകണമായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഡിവൈൻ എന്താ ഡ്രൈവിങ്ങിന് പോയി തുടങ്ങാത്തതെന്ന്. ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആവണം. കാരണം ചാക്കോച്ചൻ ഇപ്പോൾ അങ്ങോട്ട് നിന്ന് തുടങ്ങിയിട്ടില്ല. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ നിർത്തിയിട്ടോ. അതുപോലെ ഒന്ന് നിർത്തിയിട്ട് വേണം അവനെ അങ്ങോട്ട് വിടാൻ. അപ്പോൾ പിന്നെ തോമു 12:30 വരും. 12:15 ആകുമ്പോഴേക്കും അവ എത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒട്ടും സമയം കിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കറക്റ്റ് സമയത്തിന് നമ്മൾ കയറുക എന്നുള്ളതല്ല, എല്ലാവരും പോയിരുന്ന് ഓരോരുത്തരുടെ കഴിയുമ്പോൾ ഓരോരുത്തരെ വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രൈവിങ്ങിന് ഇപ്പോൾ പോകാത്തത് കേട്ടോ. കുറേ പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഡിവൈൻ പോകാത്തത്, ഡിവൈന് പൊക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കാര്യം. അതിനുള്ളൊരു അവസരം ഇതുവരെ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അങ്ങനെ ഇതൊക്കെ നമ്മളുടെ റൂബി വളകളും ഇപ്പോൾ ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന വളകളായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കൊണ്ടമാനം പേര് പേളിൽ ആൻറ്റിക്കിൻ്റെ ലോക്കറ്റ്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഐറ്റംസ് കുറേ വന്നിട്ടുണ്ട്. പേളിൻ്റെ ഐറ്റംസ് മാത്രം വന്നിട്ടുണ്ട് കേട്ടോ. പേളുമ്മേ ഇതുപോലെ ലക്ഷ്മിയുടെ ലോക്കറ്റ്, അതുതന്നെ കമ്മൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ. നമ്മളെ പട്ടുസാരിയൊക്കെ കൊടുത്ത് ഈ മുടിയൊക്കെ കെട്ടി വെച്ച് അല്ലെങ്കിൽ മുടി നീട്ടി മെടഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക, അതായത് നാടൻ ലുക്കിൽ ഈ മാലയും കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്കാണ്. അല്ലെങ്കിൽ തിരിച്ചായാലും അതെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ മാലകളാണ്. ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഡിമാൻഡുള്ള മാലയാണ് കേട്ടോ. 3 ലെയറിൽ പേൾ വന്നിട്ട് നല്ല വലിയ ലോക്കറ്റായിട്ടുള്ള സംഭവം, നല്ല ഭംഗിയുള്ള മാലയാണ്. അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് കല്യാണങ്ങളും ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനും പറ്റിയ ഒരു സെറ്റാണ്. ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്യാനാണ് ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ ഇത് നമ്മളുടെ ഇന്ന് രാവിലത്തെ ഞാൻ പറഞ്ഞില്ലേ ഇടിയപ്പവും നൂലപ്പവും മുട്ടക്കറിയും ഉണ്ടായിരുന്നു. പിന്നെ എനിക്കും ഡോണിന് സ്പെഷ്യൽ നൂലപ്പവും പഞ്ചസാരയും പാലും. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം നൂലപ്പം പാലൊഴിച്ച് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട കൂട്ടിയിട്ട് കഴിക്കുക ചെയ്യാം. അത് കഴിഞ്ഞ് ചായയും കൊണ്ട് ഞാൻ പിള്ളേർസിൻ്റെ അടുത്ത് പോയി. പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഇങ്ങോട്ട്, കാരണം അവർക്ക് നല്ലോണം ഓർഡേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒക്കെ ഈ മറ്റേ ഫ്ലാഷ് സെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കോൺടാക്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. രണ്ടാളും ഞാൻ പറഞ്ഞു നിങ്ങൾ മെനക്കെട്ട് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. കാരണം ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കോൺടാക്റ്റ് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഓൺലൈനിൽ നമ്മളെപ്പോഴും ഉണ്ടായി ചോദിക്കുന്നതിനൊക്കെ അപ്പം മറുപടി കൊടുത്താലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു പിള്ളേർ വരണ വരെ നിങ്ങൾക്കുള്ള സമയമുള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങളവിടെ ഇരുന്നോന്നു. പിന്നെ ചോറും കറികളൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, ഊറ്റാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവർ കഴുകി വെച്ച പാത്രങ്ങൾ ഒതുക്കുക, അങ്ങനെയുള്ള കുട്ടി പണികളൊക്കെ ഞാൻ ഏറ്റെടുത്തു. അപ്പോഴേക്കും കണ്ടു ഒരാളെത്തി, തോമു എത്തി. അപ്പോൾ തോമു ശരിക്ക് 9 മണിക്ക് പോയി കഴിഞ്ഞാൽ 12:15 ആകുമ്പോഴേക്കും തിരിച്ചെത്തും കേട്ടോ. പാച്ചു 9 മണിക്ക് പോയി കഴിഞ്ഞാൽ 1:15 ആകുമ്പോഴേക്കും തിരിച്ചെത്തും. അപ്പോൾ ഇവരുടെ സമയം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വേണം ഡിംപിളിനും ഡിവൈനും അലക്കാൻ അല്ലെങ്കിൽ തുണി തോരയിടാൻ. കുട്ടികളുള്ളപ്പോൾ ചെയ്യും. പിന്നെ ഡിവൈൻ ഈ സമയത്താണ് മുകളിലൊന്ന് തുടക്കുകയൊക്കെ ചെയ്യുക കേട്ടോ, കുട്ടികൾ ചവിട്ടാണ്ടിരിക്കണ്ടേ. അങ്ങനെ ഈ 2-3 മണിക്കൂർ കൊണ്ടാണ് ഇവർ മാക്സിമം തിക്കും തിരക്കിൽ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഇന്നിതാ ഡോൺ 12:15 ആകുമ്പോഴേക്കും ഇപ്പോൾ എന്നും ഡോൺ വന്ന് ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പറയും എനിക്ക് 6:30-7 ആകുമ്പോഴേക്കും ശരിക്കും വിശക്കണമെന്ന്. കാരണം മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2:30 ഒക്കെ ആകുമ്പോഴാണ് ഭക്ഷണം കഴിക്കുക. ഇതിപ്പോൾ 12:30 ആകുമ്പോഴേക്കും കഴിക്കുമ്പോൾ കുട്ടികളെല്ലാം വിശക്കില്ലേ. പിന്നെ 2 മണിയുടെ പോസ്റ്റിങ്ങിനുള്ള ബാക്കി പാക്കിംഗ് ആയിരുന്നു. നല്ല ലക്ഷ്മിയുടെ ലോക്കറ്റാണ് കേട്ടോ അത്. അപ്പോൾ അത് പാക്ക് ചെയ്യണം. പിന്നെ ഇതേ പാദസരങ്ങൾ, ഇതൊക്കെ പാദസരം കേട്ടോ. മറ്റേ മെറൂൺ കല്ലുള്ള പാറ്റേൺ. ഇത് നിങ്ങൾക്കറിയാം ഇഷ്ടം പോലെ ലോക്കറ്റ്സ് നമ്മളുടെ സെയിലാവുന്ന ഒരു സമയമാണ്. കാരണം ശരിക്കും നമ്മുടെ പാലക്കയുടെ പാറ്റേൺ ആണ്, എന്നാൽ അതല്ല ഗ്ലാസ് ടൈപ്പാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പേളിൻ്റെ ഇത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ അതിന് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ വാങ്ങിയ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നേരത്തെ 2 എണ്ണം പോയി. ഇത് ഒരെണ്ണം ഇനിയുണ്ട്, കുറേ പാറ്റേണുകളുണ്ട് കേട്ടോ പേളിൽ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ 3 പേരിൽ ആരുടെയെങ്കിലും ഒരു നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. എൻ്റെ നമ്പർ എന്നും നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ എൻ്റെ നമ്പറിൽ അയച്ചിട്ട് ഞാൻ മറുപടി കിട്ടണില്ലെങ്കിൽ ഡിംപിളുടേലാവാം അല്ലെങ്കിൽ ഡിവൈൻ്റെ ആവാം. ഞങ്ങളുടെ 3 പേരുടെയും ബിസിനസ് നമ്പർ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം നമ്മൾ ചാനൽ ത്രൂ എപ്പോഴും നമ്മളിങ്ങനെ ഇടുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ്റെ ബാക്കി പണികളും കാര്യങ്ങൾക്കായിട്ട് നിൽക്കണം. അപ്പോൾ തോമുൻ്റെ
എന്താ പറയുക ടിഫിൻ ക്യാരിയറും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചു. അവൻ്റെ അത് കണ്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കാം. നമ്മുടെ ഇപ്പം ചാക്കോച്ചൻ കഴുത്തിലിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാനത് പിടിച്ച് വലിച്ച് വാങ്ങി വെച്ചത്. അപ്പോൾ അതിനൊരു കരച്ചിലുണ്ടായിരുന്നു. കാരണം അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചതാണ്. ദേ വന്നു അപ്പോഴേക്കും നമ്മുടെ പാച്ചൂട്ടൻ 1 മണി 1:15 ആയപ്പോഴേക്കും അവനും എത്തി. അപ്പോൾ അതോട് കൂടിയിട്ടാണ് ഡാഡി രണ്ടാമത് പ്ലേറ്റിങ്ങിൻ്റെ സാധനങ്ങൾ കഴിഞ്ഞിട്ട് കൊണ്ടുവരിക. അത് 2 മണിക്ക് മുമ്പായിട്ട് നമുക്കത് പോസ്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ഡാഡി വരുമ്പോൾ ദാ ചോക്കോബാറും കൊണ്ടാണ് വന്നത്. അപ്പോൾ ഡിംപിൾ പറയായിരുന്നു മമ്മി ഡാഡി ഇവർക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കും കൂടി കൊണ്ടുവന്നോളൂന്ന്. അപ്പോൾ എന്തായാലും കൊണ്ടുവരാമെന്നുണ്ട്. അപ്പോൾ 4 എണ്ണം കൊണ്ടുവന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രീസറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഐസ് കട്ടയാവണില്ല. ഐസ് എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ കട്ടയാവും, അടിയിൽ വെള്ളം നിൽക്കുക. പാല് ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച വെച്ചപ്പോഴാണ് നമ്മളത് ശ്രദ്ധിച്ചത്. നോക്കിയപ്പോൾ അതിൽ ഐസ് ആവണില്ല, മറ്റേ കട്ടയാവണില്ല പാലിൻ്റെ കവറ്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ച് പിന്നെ ഞാൻ പറഞ്ഞു ഞായറാഴ്ച മാർക്കറ്റിൽ പോകണ്ട, കാരണം എന്തെങ്കിലും കാരണവശാൽ അത് കട്ടയാവാണ്ട് നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഐസ്ക്രീം ഇത് കൊണ്ടുവന്ന് അപ്പം തന്നെ കഴിച്ചു കേട്ടോ, പിന്നേക്ക് വെക്കാൻ നിന്നില്ല. അപ്പോൾ ഇന്ന് ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞാൽ മറ്റേ പോസ്റ്റിങ്ങിന് പാക്ക് ചെയ്യണ സമയം നോക്കിയപ്പോൾ ഇവരെ കാണാനില്ല. നോക്കിയപ്പോൾ ദാ പോയി വെള്ളത്തിൽ 2 ആൾ. അപ്പോഴും തോമ് കണ്ടു, അവൻ അതിലേക്ക് ഒന്നും നിൽക്കില്ല, അവൻ അങ്ങോട്ട് നീങ്ങിയപ്പോൾ 2 അടിയൊക്കെ കിട്ടി. കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ഇതാ കയറി കയ്യോടെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഉറക്കിക്കോളാൻ പറഞ്ഞു ഞാൻ. കാരണം ഇനി 3-ാമത്തെ പ്രാവശ്യം അങ്ങോട്ടാണ് അവരെ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ 2:30 ആയപ്പോഴേക്കും കുട്ടികൾ 2 ആൾ 2 വശത്തേക്ക് പോയി. ഫ്രിഡ്ജ് നന്നാക്കാനായിട്ട് ആൾ വന്നപ്പോഴേക്കും ഡിംപിളും ഡാഡിയും കൂടിയിട്ട് ഡ്രൈവിങ്ങിന് പോയിട്ടോ. അപ്പോൾ ഞാൻ പാച്ചുമായിട്ട് ഇപ്പോൾ പാച്ചുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കൂടെ പോകണമെന്നൊന്നുമില്ല. അപ്പോൾ അവൻ ഇങ്ങോട്ട് പറയും അമ്മ ഹാപ്പി ഹിപ്പോയിലേക്ക് പോയതാണോ, അതായത് പല്ലെടുക്കാൻ മറ്റേ ഹോസ്പിറ്റലാണ് പറയുന്നത്, ക്ലിനിക്കാണ് ഹാപ്പി ഹിപ്പോ, അങ്ങോട്ട് പോയതാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ എൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇന്ന് ഫ്രൂട്ട്സിന് പകരം ഇതാണ് കഴിച്ചത് കേട്ടോ. കാരണം ഫ്രിഡ്ജിൽ വെച്ചാലും കാര്യമില്ലല്ലോ. പിന്നെ എന്താ പറയുക കഴിക്കണമെന്ന് ചില സമയത്ത് നമുക്കൊരു പൂതി തോന്നില്ല, അങ്ങനെ കഴിച്ചതാണ്. ഭക്ഷണം കഴിച്ചത് എനിക്ക് തോന്നുന്നു ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ കുട്ടിയുള്ള കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാനും ഒരു ബുദ്ധിമുട്ട്, പിന്നെ പാച്ചുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം കംപ്ലീറ്റ് അവിടെ ക്ലീൻ ചെയ്ത് നമ്മുടെ ചട്ടിയിൽ തന്നെ ഇത്തിരി ചോറൊക്കെ വടിച്ചിട്ട് കഴിച്ചു കിട്ടാം. അങ്ങനെ ഇവിടെ 4:15 ആയപ്പോഴാണ് ഫുൾ ക്ലീനായത്. അപ്പോഴേക്ക് ഡിവൈൻ വാഷിംഗ് മെഷീനിൽ തുണികൾ തോരയിടാനായിട്ട് വാഷ് ചെയ്യാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിന്നപ്പോൾ ഞാൻ പോയിട്ട് അത് ഓഫ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി പറയണത് അവൻ AC-യും കൂടി നന്നാക്കുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം എന്നാൽ പിന്നെ നമ്മളുടെ റൂമിലെ AC-യും ഈ പറഞ്ഞ പോലെ 2 ദിവസമായി എന്തോ കട്ടായി പോകണു. 2 സെക്കൻഡ് വർക്ക് ചെയ്യും, അത് കഴിഞ്ഞ് കട്ടാവും, അങ്ങനെ നിൽക്കണു. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ബോർഡിന് എന്തോ ഒരു ചെറിയ കംപ്ലയിൻ്റാന്ന് പറഞ്ഞപ്പോൾ ആ മോനെ അവിടെ നോക്കണ നേരം കൊണ്ട് ഞാൻ വേഗം അവനുള്ള ചായ വെച്ചു കേട്ടോ. മോനുള്ള ചായ വെച്ചു. അങ്ങനെ ചായ വെച്ച് കൊടുത്ത് ഞങ്ങൾക്കുള്ളതും കൂടി കൂട്ടത്തിൽ കൂടെ വെച്ചു. സമയമൊന്നും ആയിട്ടില്ല എങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ വെച്ചു. കാരണം ഇപ്പോൾ പാച്ചൂട്ടനും അതെ ചാക്കോച്ചനും അതെ ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിക്കാനായിട്ട് കേട്ടോ. തോമൂന് പിന്നെ ഇതൊന്നും വലിയ ഇഷ്ടമില്ല, ആവശ്യമില്ല. അപ്പോൾ ഇവർ പാൽ കുടിക്കുകയായാലും അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കാപ്പി എടുത്ത് കുടിക്കും, അല്ല ചായയോ കാപ്പിയോ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമാണ് കുടിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇതാകണ്ടോ പാച്ചുവിൻ്റെ കുപ്പിയിലത്തെ പാലാണ് ഇവൾ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ അവന് കൊടുക്കാൻ വേണ്ടി തന്നത്. അവ അതവിടെ ഒഴിച്ച് വെച്ചിട്ട് ചായയാണ് കുടിക്കുന്നത് കേട്ടോ. ചേട്ടന് ചായ കൊടുത്തപ്പോൾ അവനൊരു പൂതി. അങ്ങനെ ആ മോൻ്റെ പോയി, നല്ലൊരു മോനായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ബോർഡും കൊണ്ടാണ് പോയേക്കണേ, 2 ദിവസം കഴിയുമ്പോൾ തിരിച്ച് വരും. അപ്പോൾ ചിലവർ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും. ഇങ്ങനെ ഈ മോനൊന്നും വന്നപ്പോൾ ഡാഡിയും ഡിംപിളും പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ പോയി. കാരണം നമുക്ക് ചിലവരോട് നമുക്ക് പെരുമാറാൻ നല്ല ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ചേർന്ന് പോകുമെന്ന് പറയില്ലേ, അതുപോലെ ഒരു മോനായിരുന്നു കേട്ടോ. ഒരു ഇതുമില്ല, എന്നാൽ ചിരിയും വർത്താനവും ഒക്കെ പറഞ്ഞ് നമ്മളുടെ വീട്ടിലത്തെ ഒരു അംഗത്തെ പോലെ പെരുമാറിപ്പോയി. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസം. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അവൻ വരും കേട്ടോ, സാബു എന്നാ മോൻ്റെ പേര്. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു സെറ്റിലേക്ക് വേണ്ടി കടന്നത് ലക്ഷ്മിയുടെ വളകളാണ്. ഇതൊക്കെ 2-4 ലക്ഷ്മിയാണ്, പക്ഷേ എല്ലാ സൈസിലും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അത് വേഗം എന്താ പറയുക ഫോട്ടോ എടുക്കാനും കുറച്ച് പാക്കിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നിന്നു. അപ്പോൾ ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ റീസെല്ലേഴ്സ്
നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ പാറ്റേൺ ചോദിക്കുക. അപ്പോൾ പാറ്റേൺ നമ്മളിങ്ങനെ അയച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്നാണ് അവർ 2 വേണോ 4 വേണോ 6 വേണോ അല്ലെങ്കിൽ ഇതിൻ്റെ 2 അതിൻ്റെ 2. അപ്പോൾ നമ്മൾ ഒരേ അളവിലുള്ള വളകൾക്ക് പകരം ഒരു ദിവസം ലക്ഷ്മിയുടെ സെറ്റ് കാണിച്ചാൽ ഒരു ദിവസം കരിമണിയുടെ, ഒരു ദിവസമല്ല ഓരോ അങ്ങനെയാണ് കാണിക്കുക. അല്ലാണ്ട് 2 എല്ലാ വളകളും അങ്ങനെയല്ല. എന്നിട്ട് ഇതിൽ നിന്ന് ഏത് അളവാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അവർ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ ലക്ഷ്മിയുടെയാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഞാൻ വീഡിയോസും എടുത്തിട്ടുണ്ട്, മറ്റേ യൂട്യൂബിലേക്കുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി അറിയാം. അപ്പോൾ എനിക്കിപ്പോൾ എളുപ്പം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ കട്ട് ചെയ്ത് അയച്ചു കൊടുക്കുക ചെയ്യുക, അല്ലെങ്കിൽ അത് കാണാൻ പറയുക ചെയ്യുക കേട്ടോ. അങ്ങനെ ഡാഡിയും മോളും എന്താ തിരിച്ചു വന്നു. അവർ വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ അതേ മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സംഭവം ഇന്ന് രാത്രി വെക്കാനൊക്കെ കൊണ്ടുവന്നെങ്കിലും വെക്കാൻ പറ്റിയില്ല കേട്ടോ രാത്രി. കാരണം ഇവർക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ ഡാഡിക്കൊന്ന് പോണ്ടി വന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവും എന്നുള്ള ധാരണയിൽ പിള്ളേർക്ക് കൊള്ളി നന്നാക്കി കൊടുത്തു. പിന്നെ നമ്മുടെ ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത്, പിന്നെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ക്യാരറ്റ് ഉപ്പിലിട്ടത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെ ഉപ്പിലിട്ടെന്നുള്ളത് എനിക്കറിയില്ല. നല്ല കരിമ്പ് പോലെ ഇരിക്കുന്നുണ്ട്. ഞാനൊക്കെ ഉപ്പിലിടുമ്പോൾ സാധാരണ ഒഴിഞ്ഞു പോകാറ പതിവ്. ഇതെന്താണ് സൂത്രം എന്നറിയില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിടയ്ക്ക് ഈ ഉപ്പിലിട്ടത് ഓരോന്ന് തിന്നാനായിട്ടൊരു പുതിയ, അപ്പോൾ ഒരു ചൊടി എന്ന് പറയില്ലേ നമ്മൾ. അങ്ങനെ ദേ സന്ധ്യ നേരെ എപ്പോഴാണ് ഡോൺ വിളിച്ച് പറഞ്ഞത് ലില്ലി ആൻറ്റീനെ കാണാൻ പോകാമെന്ന്. അതായത് ലില്ലി മാണി കാട്ടുകാരൻ്റെ. അപ്പോൾ ലില്ലി ആൻറ്റി മരിച്ചു. അപ്പോൾ ലില്ലി ആൻറ്റിയുടെ മൂത്ത മോളുണ്ട് ലീമയും വർഗീസും. വർഗീസ് എന്ന് പറഞ്ഞാൽ റോസിൻ്റെ വല്യപ്പച്ചൻ്റെ മോനാണ്. അപ്പോൾ അവർ ദുബായിലാണ്. അപ്പോൾ ഡോൺ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോകുമ്പോഴൊക്കെ ലീമയുടെയും വർഗീസിൻ്റെയും വീട്ടിലാണ് സ്റ്റേയും. അവിടെയായിരുന്നു അധിക ഭാഗം. അപ്പോൾ ഡോണിന് അവിടെ ഭയങ്കര അടുപ്പാണ്, ഫാമിലിയായിട്ട് നല്ല അടുപ്പാണ്. അപ്പോൾ ലില്ലി ആൻറ്റി ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അക്കിക്കും പോകാൻ പറ്റില്ല, എനിക്കും ചില ഇതായ കാരണം എനിക്കും പോകാനായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു. നാളെ ചിലപ്പോൾ ഞാൻ പോകും കേട്ടോ. അപ്പോൾ ഇന്ന് ഇവർ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഈ സമയമാകുമ്പോൾ ഇവർക്ക് പോകാനായിട്ട് സുഖമാണല്ലോ. അങ്ങനെ ഇവർ 4 ആളും കൂടിയിട്ട് പോയി. ജോർജേട്ടനും ഡാഡിയും ഡോണും കൂടിയിട്ട് അവരോട് പോയി. അപ്പോൾ ലീമ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ മോനുണ്ട് ജോജുവും ഡോണൊക്കെ നല്ല അടുപ്പാണ്. അവർക്കും വണ്ടിയുടെ ബിസിനസ് ഉണ്ട്. അവർ നാട്ടിലില്ല, പുറത്താണ്. അങ്ങനെ അവർ പോയി. അവർ പോയപ്പോൾ ഇവരിവിടെ നിൽക്കുക. അപ്പോൾ തോമു കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാച്ചു ഉറങ്ങുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തോമു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ കൈ പിടിക്കാമെന്ന് വെച്ചിട്ട് അവനെ കൊണ്ടുപോയി. പക്ഷേ തിരിച്ചു വരുമ്പോഴേക്കും അവൻ കിടന്നുറങ്ങി. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ കൊള്ളി നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു, നന്നാക്കി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചീര നന്നാക്കി. ഇത് നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുവന്നില്ലേ, എന്തുട്ടാണ് സംഭവം, എനിക്ക് ആ പേരും കിട്ടണില്ലല്ലോ, റംബൂട്ടാൻ. അതും ഡാഡി നന്നാക്കി. അപ്പോൾ ലീലാംച്ചി പറഞ്ഞു അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. സംഭവം ശരിയാട്ടോ. അപ്പോൾ റംബൂട്ടാൻ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇത്രയധികം ഉണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ തൊലി പൊളിച്ചിട്ട് ഒരു തുണ്ട് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇടയ്ക്കിങ്ങനെ വായിലിടാം, നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ കുറച്ചൊരു ബ്രേക്കായി. ഡാഡി തിരിച്ച് വന്നാലേ ഇനി ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഓരോ സാധനങ്ങൾ എടുത്ത് തരാം, അല്ലെങ്കിൽ ഇതിനെ വിലകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക ഡാഡിയാണ് കേട്ടോ. ഡാഡിയാണ് ശരിക്കും ഇതിൻ്റെ ഹെഡ്, HOD എന്ന് പറയുന്നത്. നമ്മൾ ഡാഡിയാണ് ഇതിൻ്റെ അല്ലാതെ. അപ്പോൾ ചിലതിൻ്റെ വില ചോദിക്കുമ്പോൾ ഞാൻ പറയും ഡാഡി വരട്ടെ എന്ന് പറയും. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ ഈ ഡാഡി വരട്ടെ. അപ്പോൾ ഡാഡിക്കാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. കാരണം വർഷങ്ങളോളം ഉള്ള ഒരു സംഭവമാണല്ലോ. അങ്ങനെ ഇതൊക്കെ ഇൻവിസിബിൾ പാറ്റേൺ മറ്റേ ട്രഡീഷണൽ മാലകളാണ് കേട്ടോ. അപ്പോൾ സാധാരണ നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ ഈ നാഗപടം പാലയ്ക്കൊക്കെ വരുമ്പോൾ എങ്ങനെ വന്നാലും പ്ലേറ്റഡ് ഓർണമെൻറ്റ്സിനാകുമ്പോൾ നല്ല വില വരും. പക്ഷേ ഇത് വളരെ സിമ്പിൾ, ചെറിയ വിലയ്ക്ക്. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ കാരണം അവർ വില വരെ ഇട്ടിട്ടാണ് അവർ ഇത് ഇട്ടേക്കണത് കേട്ടോ, ഡിമ്പിളും ഡിവൈനും. അപ്പം ഞാൻ അവരെ കളിയാക്കും DD എന്ന് പറഞ്ഞിട്ട്. കാരണം 2 പേരുടെ D ആണല്ലോ. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ DD കളക്ഷൻസ് പറഞ്ഞിട്ട് ഇങ്ങനെ ഫാൻസി പാറ്റേൺ എടുത്ത് ചെയ്തു എന്ന് പറയും കേട്ടോ. ഇതൊന്നും പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് അല്ല, ഫാൻസിയാണ്. പക്ഷേ അതിനത്ര വില തന്നെയുള്ളൂ കേട്ടോ. പിന്നെ അപ്പോഴേക്ക് നമ്മുടെ എന്തോ ഒരു വൈറലൊരു സംഭവമുണ്ട്. ഞാനത് ചാക്കോച്ചനെ കൊണ്ട് ചെയ്യിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ 1-2 വട്ടം കാണിച്ചു കൊടുത്തപ്പോൾ നിന്ന് തുള്ളാണ്. അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നോട് കൂടിയിട്ട് നോക്കിയപ്പോൾ സമയം കുറേ ലേറ്റായി. ഡാഡി ഇതിൻ്റെ ഇടയിലൊന്ന് പോയല്ലോ. കുട്ടികളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം ലേറ്റായി. അപ്പോൾ വെച്ച സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് തൽക്കാലം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങി ഓർഡർ ചെയ്തോ. കാരണം എല്ലാവർക്കും അവരവരുടേതായ തിരക്കും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ആവാമെന്ന് പറഞ്ഞിട്ട് ഫ്രൈഡ് റൈസും മറ്റേ ചിക്കനുമാണ് വാങ്ങിയത്.
അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് കുട്ടികളെയും കൊണ്ട് ഡോൺ പോയി. അത് കഴിഞ്ഞ് ഫിൽറ്റർ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് നിന്നു. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് കണ്ടു ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് നീക്കിയിട്ടു ആ മോൻ. അപ്പോൾ അവൻ പറഞ്ഞു ഈ കുറച്ച് ഒരു സൈഡിലാകുമ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനും പിന്നെ സ്വിച്ച് ജസ്റ്റ് ബാക്കിൽ അപ്പോൾ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്തിടാം, എന്നിട്ട് ഓൺ ചെയ്താൽ മതി. അപ്പം ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സെൻറ്ററിൽ തന്നെ നിൽക്കുമ്പോൾ. അപ്പോൾ ആ മോൻ ഒറ്റയ്ക്ക് തന്നെയാട്ടോ അതൊക്കെ നീക്കിയത്. അങ്ങനെ എന്താ പറയുക, വിജയകരമായി ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവർ രാത്രിയിലത്തെ ഫുഡ് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്നിക്കേണ്ട സമയം കൊണ്ട് നാളേക്കുള്ള എല്ലാതും റെഡിയാക്കി വെച്ചു. മീൻകറി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, ഞാൻ നോക്കിയില്ല. പിന്നെ കുട്ടികൾക്ക് നാളെ രാവിലെ കൊടുത്തയക്കേണ്ട സ്നാക്സ് കാര്യങ്ങൾ രണ്ടുപേരും ആ സമയം കൊണ്ട് ഒരുക്കി. അപ്പോൾ രാത്രിയിലത്തെ ഭക്ഷണം വെക്കണം ആ സമയം പിറ്റേ ദിവസം രാവിലേക്ക്. അപ്പോൾ പിന്നെ ഇവർക്ക് രാവിലെ തൊട്ട് പാക്കിങ്ങും കാര്യങ്ങളും തുടങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് അവരിപ്പോൾ ശരിക്കും പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങി കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നാളത്തെ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ലില്ലി ആൻറ്റി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടാൻ കാരണം പരിചയമുള്ളവർ ആരെങ്കിലുമൊക്കെ അറിയാത്തതുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം നമുക്കത് വരയ്ക്ക്. ബൈ.